അടൂരിന് ഇടപാടുകളോ എന്നതാണ് ചോദ്യം. ഞാൻ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിന് ചില ഇടപാടുകളുണ്ട് പോറ്റിയുമായി എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ആ ഇടപാടുകളിലേക്കാണ് യഥാർത്ഥത്തിൽ SIT ഇനി അന്വേഷണം നീങ്ങുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ തന്നെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. The investigating agency is presently verifying the bank transactions of the petitioner and suspicious financial transactions. Investigation is in progress at Smart Creations, Chennai, and at Bellary in Karnataka. The entire gold misappropriated has not been recovered so far and a detailed investigation is needed. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. പോറ്റിയുടെയും ബെല്ലാരിയിലെ സാമ്പത്തിക ഇടപാടുകൾ. അപ്പോൾ ആ സാമ്പത്തിക ഇടപാടുകളിൽ എന്തെങ്കിലും ഈ പറയുന്ന അടൂർ പ്രകാശിന് ഈ പോറ്റിയുമായിട്ടുണ്ടോ എന്നതിലേക്കാണ് ആ ചോദ്യം ചെയ്യലാണ്. ഇന്നലെ ഈ പറയുന്ന പോറ്റിയെ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചപ്പോഴും ഇതിൽ വ്യക്തത തേടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടൂർ പ്രകാശിനെ നോട്ടീസ് നൽകി വിളിപ്പിച്ച് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് SITയിലെ മറ്റു ഉദ്യോഗസ്ഥർ പോറ്റിയിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ടായിരുന്നു. അതായത് അടൂർ പ്രകാശിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ വെരിഫൈ ചെയ്തു പോകുന്ന രീതിയിലാണ് ആ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി അടൂർ പ്രകാശ് പുറത്തിറങ്ങി സംസാരിച്ച് നമ്മൾ കണ്ടതാണ്. അടൂർ പ്രകാശ് പ്രതികരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തല നമ്മളോട് തന്നെയാണ് പ്രതികരിച്ചത്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. കാരണം അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണ്ടേ? കാരണം ഫോട്ടോകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണ്ടേ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. KC വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അടൂർ പ്രകാശിനെ ന്യായീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. ഒരു പ്രതികരണവും അദ്ദേഹം നൽകിയില്ല എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിച്ച് വാഹനമെടുത്ത് പോവുകയായിരുന്നു. അദ്ദേഹം നയിക്കുന്ന യാത്ര തുടങ്ങി 2ാം ദിവസത്തിലാണ് പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട പല കോൺഗ്രസ് നേതാക്കൾക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വിമുഖതയുണ്ട്. അതായത് അടൂർ പ്രകാശിനെ ന്യായീകരിക്കാൻ വിമുഖതയുണ്ട്. അടൂർ പ്രകാശിന്റെ ഇടപാടുകൾ എന്ത് എന്നറിയാത്ത നേതാക്കളാണ് മിക്കവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയില്ല, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്ന രൂപത്തിൽ അതിനെ കാണണ്ട. സ്വർണ്ണക്കൊള്ളയിൽ ഉരുപ്പടി കണ്ടെത്താനായിട്ടില്ല. അത് SITയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ പോറ്റി എങ്ങനെ സമ്പന്നനായി? പോറ്റിക്ക് എങ്ങനെയാണ് വല്ലാത്ത രീതിയിൽ പണം വന്നത്? അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. ആ പണമിടപാടുകൾ, ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്? ആരിൽ നിന്നൊക്കെയാണ് ഈ ബന്ധമുണ്ടായിട്ടുള്ളത്? ഇത് കേരളത്തിന് പുറത്തുള്ള കൂടിക്കാഴ്ചകൾ, ആരോഗ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക ലാഭങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അടൂർ പ്രകാശ് നേരത്തെ നമ്മളോട് പറഞ്ഞ കളവ്. അതായത് തൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയ്ക്കുള്ള പരിചയം മാത്രമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലപ്പുറമുള്ള ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുടുംബത്തെ എല്ലാ പരിപാടികളിലും അദ്ദേഹം അവിഭാജ്യ ഘടകമായിരുന്നു. അദ്ദേഹം പോയതിൻ്റെ ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങൾ മാത്രം ഒരു തെളിവായി എടുക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായി പോയിരുന്നു. ഒരു വോട്ടറുടെ വീട്ടിലേക്ക്, ഒരു പരിചയക്കാരൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ തുടർച്ചയായി ഒരു നേതാവ് പോകുമോ? ഇല്ല. അപ്പോൾ അതിലപ്പുറമുള്ള ബന്ധം. ഇനി കേരളത്തിന് പുറത്തും അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതിൻ്റെ വിവരങ്ങളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയ്ക്ക് അതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്ന രൂപത്തിലാണ് ആ ചോദ്യം ചെയ്യൽ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് രാഷ്ട്രീയ ആയുധം എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു പരാതി അടൂർ പ്രകാശിനില്ല. അടൂർ പ്രകാശ് SITയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? അത് അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ SITക്കെതിരെ തിരിയാൻ ഇപ്പോൾ അടൂർ പ്രകാശ് നീങ്ങുന്നില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, അദ്ദേഹം ആദ്യത്തെ ഘട്ടത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നിഷേധിച്ചിട്ട് 2ാമത്തെ ബൈറ്റ് ആകുമ്പോഴേക്കും അറിയാനുള്ള എല്ലാം ചോദിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന വെച്ചാൽ പോറ്റിയെക്കുറിച്ച് അറിയാമോ, പോറ്റിയെ എങ്ങനെ പരിചയം എന്നതിൽ മാത്രമല്ല ചോദ്യം ചെയ്യൽ, അതിലപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ സമയം എന്താണെന്നുള്ളത് പ്രധാനമായിട്ടും നോക്കേണ്ടത്. SITയെ സംബന്ധിച്ച് റിപ്പോർട്ട്, കുറ്റപത്രം നൽകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം ഈ കേസിൽ തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിഗമനങ്ങളിലേക്ക് SITക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ പോറ്റിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടൂർ പ്രകാശിനോട് ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ വീണ്ടും വിളിപ്പിച്ചേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ സൂചനയും അടൂർ പ്രകാശ് തന്നെയാണ് തരുന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് അവർ തീരുമാനിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇനിയും വിളിപ്പിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കടകംപള്ളിയെയും വീണ്ടും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുന്നിൽ കളവ് പറഞ്ഞ 2 നേതാക്കളാണ് അടൂർ പ്രകാശും കടകംപള്ളിയും. കടകംപള്ളി എന്തൊക്കെ മാറ്റി പറഞ്ഞു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ തവണയെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു, ഒറ്റ തവണയല്ല എന്ന് തെളിഞ്ഞു. പിന്നെ ചടങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അതും തെറ്റി. അപ്പോൾ അങ്ങനെ ഒരുപാട് തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. അവിടെയും ഫോട്ടോയല്ല തെളിവ്. സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും കണക്ഷൻസ്, ബന്ധമുണ്ടോ എന്ന പരിശോധനയിലേക്ക് SIT കടക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നു ഏതൊക്കെ കാലത്തെ നോക്കണം. ഇപ്പോൾ 2 FIR ആണുള്ളത്. 2 FIR ഈ പറയുന്ന കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുമാണ്. അതിലപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഈ പറയുന്ന ശ്രീകോവിലെ സ്വർണം മോഷ്ടിക്കാനുള്ള പദ്ധതി, ശ്രദ്ധിക്കണം, ശ്രീകോവിലെ സ്വർണം മോഷ്ടിക്കാനുള്ള പദ്ധതി എന്ന രൂപത്തിൽ ഉള്ള കുറ്റപത്രമാണ് സമർപ്പിക്കുക എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ
കൂടുതൽ കാര്യങ്ങളിലേക്ക് SIT കടക്കും. അതെങ്ങനെയാണ് കടക്കുക? ഈ 98 മുതലുള്ള എല്ലാം എന്ന് കോടതി പറയുമ്പോഴും ഇപ്പോൾ 2 FIR മാത്രമേ ഉള്ളൂ. 2025ലെയും 2027ലും, അതായത് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടതിൽ സെപ്പറേറ്റ് അന്വേഷണം വേണം, പ്രത്യേക അന്വേഷണം വേണം എന്നൊരു നിവേദനം കൂടി കോടതിയുടെ മുന്നിലേക്ക് SITയുടെ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന കൂടി ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കൊടിമരമടക്കമുള്ള കാര്യങ്ങളിലേക്കും അങ്ങനെ വരുമ്പോൾ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും കൊണ്ടുപോയ വിധത്തിലല്ല കൊടിമരത്തിന്റെ കാര്യത്തിൽ അവിടെ ഒരു അഭിഭാഷക കമ്മീഷനുണ്ട്. അഭിഭാഷക കമ്മീഷൻ എന്ന് പറയുന്നത് കോടതി തന്നെ നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ. അപ്പോൾ ഈ കൊടിമരം അഴിക്കുന്നത് തൊട്ട് കോടതിയെ അറിയിച്ച് ഞങ്ങളിതാ അഴിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയെ അറിയിക്കുന്നുണ്ട്, കോടതി ഇത് അനുവദിക്കുന്നുണ്ട്. അത് അഴിച്ചു കൊണ്ടുപോയ ശേഷം ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നടന്ന ക്രമക്കേടുകളുണ്ട്. അതിൽ ഈ പറയുന്ന അഭിഭാഷക കമ്മീഷനും പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ അങ്ങനെ കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന സംഭവത്തിൽ നടന്ന കളവ് എന്ന രൂപത്തിൽ അതൊരു വ്യത്യാസമുണ്ട്. ആ രൂപത്തിലേക്ക് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് അതിൽ ആര് മുൻകൈയെടുത്തു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അതിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. പോകുമോ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് 2 FIR ആണുള്ളത്. രാഷ്ട്രീയമായി ആരോപണ പ്രത്യാരോപണങ്ങൾ പറയാം, ആര് കയറ്റി ആര് ഇറക്കി എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇങ്ങനെയൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഇനി സംശയം തോന്നാവുന്ന ഒരു കാര്യം, രാഷ്ട്രീയമായ ഇടപെടലുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ പറയാമെങ്കിൽ അടൂർ പ്രകാശിനെ ഈ പറയുന്ന സഭാ സമ്മേളനം ചേരുന്ന സമയത്ത് വേണമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിക്കാമായിരുന്നു. സഭാ സമ്മേളനം നടക്കുമ്പോൾ കുറച്ചുകൂടി പ്രതിരോധത്തിലാകില്ലേ? സഭാ സമ്മേളനത്തിലാണ് അവിടെ പോറ്റിയെ കയറ്റിയ പാട്ട് പാടുന്നത്, ഇനി അകത്തും പുറത്തും സമരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് SITക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ SITക്ക് അത് അവിടെ ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ യാത്ര തുടങ്ങിയതിൻ്റെ 2ാം ദിവസം എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. 2 യാത്രകളും പുറപ്പെട്ടിട്ടുണ്ട്. ഈ യാത്രകൾക്കിടയിൽ നടക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പക്ഷേ SITക്ക് അങ്ങനെ ദുരുദ്ദേശമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ആ രൂപത്തിൽ അതിനെ കാണുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ വരാവുന്ന ഒരു കാര്യം, നമ്മൾക്ക് ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ എവിടെയും വിവരം കിട്ടിയിരുന്നില്ല. 3 ദിവസത്തിന് ശേഷമാണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത്. കടകംപള്ളിയെ ദിവരഹസ്യമായി തന്നെ ചോദ്യം ചെയ്യലെന്ന രൂപത്തിൽ പോലും അതിനെ പറയുന്നില്ല, മൊഴി നൽകാൻ പോയി എന്നാണ്. പക്ഷേ അടൂർ പ്രകാശിന്റെ കൃത്യമായ ചോദ്യം ചെയ്യൽ അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്. അങ്ങോട്ടേക്ക് കയറി പോന്നു. 10:30 ചോദ്യം ചെയ്യൽ. നമ്മളെ സംബന്ധിച്ചൊരു 11 മണി 11 കാലമായപ്പോഴേക്കും വാർത്ത കിട്ടുന്നുണ്ട്. പിന്നീട് മാധ്യമങ്ങൾ ആ വാർത്തകൾ തന്നെ നിൽക്കുകയായിരുന്നു. അടൂർ പ്രകാശ് പുറത്തിറങ്ങി മറുപടി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായി അങ്ങനെ സംശയിക്കാം. പക്ഷേ SITയെ ഞാൻ അങ്ങനെ സംശയിക്കുന്ന, SITയിലെ പ്രധാന ഉദ്യോഗസ്ഥരെ അങ്ങനെ സംശയിക്കുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഈ പറയുന്ന ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഈ പറയുന്ന SIT എന്ന് പറയുന്ന 100 ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ട്. അപ്പോൾ അതിലാരെങ്കിലും വിവരം ചോർത്തിയതാകാം, ആ രൂപത്തിൽ അത് പോയതുമാകാം. ഏതായാലും അങ്ങനെ ഒരു കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ശ്രീകോവിലെ സ്വർണം മോഷ്ടിക്കാനുള്ള പദ്ധതി എന്ന രൂപത്തിലാകുമോ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ള ആരുടെയും ആയുധം ആകില്ല എന്നുള്ളതാണ്. അപ്പോഴും CPM പ്രതിരോധത്തിലാകുന്ന 4 നേതാക്കൾ ജയിലിനകത്തുണ്ട്. അവരെ ഇപ്പോഴും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നുണ്ട്. പത്മകുമാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും കുറ്റപത്രം വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതവിടെ വിഷയമായി തന്നെ നിൽക്കുന്നു. കടകംപള്ളി ഇനി വിളിപ്പിക്കുമോ? ഇനി അതല്ല ഇടതുപക്ഷമായി ചേർന്ന് വേറെയും അറസ്റ്റ് ഉണ്ടാകുമോ? ഇനിയും ഒരു അറസ്റ്റ് കൂടി ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധമായി എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആത്യന്തികമായി ശബരിമലയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച്, ശബരിമലയിൽ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കൊണ്ടുപോയതിൽ ഉത്തരവാദികൾ ആരായാലും അവർ പിടികൂടപ്പെടണമെന്നുള്ളതാണ്. അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയായുധം അവിടെ നിന്നും ഇവിടെ നിന്നും ഉപയോഗിക്കുമ്പോൾ സത്യം പുറത്തു വരണമെന്നുള്ളതാണ്. കോടതിയുടെ മുന്നിലേക്ക് പോകാൻ പോകുന്ന കുറ്റപത്രം അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവത്തിൽ അടൂർ പ്രകാശിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല, അദ്ദേഹം പറഞ്ഞ കളവുകൾ നമ്മുടെ മുന്നിലുള്ള പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് നമ്മുടെ ചോദ്യം അടൂരിന് ഇടപാടുകളോ എന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ ചില ഇടപാടുകളുണ്ട് എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.